തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ യുവാവിന് ക്രൂരമർദ്ദനം. വിളപ്പിൽശാല സ്വദേശി അനന്തുവിനാണ് മർദ്ദനമേറ്റത്. മാനസ മനോജ് ചേരുന്നുണ്ട്. മാനസ, എന്തായിരുന്നു സംഭവം? എന്തിന്റെ അടിസ്ഥാനത്തിൽ, ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു മർദ്ദനമേൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്? എന്താണ് സംഭവം? ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം. ഉച്ചയ്ക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് യുവാവിന് ക്രൂര മർദ്ദനം ഏൽക്കുന്നത്. 2-3 പേർ ചേർന്ന് യുവാവിന്റെ തലയ്ക്കും കാലിനും അടിക്കുന്നതായി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. അതോടൊപ്പം തന്നെ ഈ വിളപ്പിൽശാല സ്വദേശി അനന്തുവിനാണ് ഇത്തരത്തിൽ മർദ്ദനമേൽക്കുന്നത്. അനന്തു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വീട്ടിൽ നിന്നും പിണങ്ങി ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പരിസരത്തായിരുന്നു കഴിഞ്ഞിരുന്നത്. ആ സാഹചര്യത്തിൽ ഇത് വ്യക്തിവൈരാഗ്യമാണോ അതോ മറ്റെന്തെങ്കിലും രീതിയിലുള്ള അക്രമമാണോ എന്നതിലൊന്നും ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ അനന്തു ചികിത്സയിലാണ്. ഒപ്പം തന്നെ ഈ ദൃശ്യങ്ങൾ പോലീസ് കണ്ടതിന് ശേഷം പോലീസ് കേസെടുത്തിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് പോലീസാണ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ ഇത്തരത്തിൽ അക്രമം നടക്കുന്ന സാഹചര്യത്തിൽ പോലീസ് ഇത് ഗൗരവ വിഷയമായി തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരാണ് അക്രമത്തിന് പിന്നിലെന്നും ഈ പ്രതികളെയൊന്നും പിടികൂടാനുള്ള ഒരു സാഹചര്യം ഇതുവരെയും കിട്ടിയിട്ടില്ല. അന്വേഷണം പുരോഗമിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ അക്രമം ഏത് രീതിയിലാണ്, വ്യക്തിവൈരാഗ്യമാണോ അതോ മറ്റെന്തെങ്കിലും പ്രശ്നത്തെ തുടർന്ന് ഉണ്ടായ അക്രമമാണോ എന്ന കാര്യത്തിലും വ്യക്തത വരേണ്ടതുണ്ട്. ശരി മാനസ.